തിരുവനന്തപുരത്തേക്ക് നമ്മൾ പോകുന്നവിടെ അച്ഛനെയും മകനെയും നടു റോഡിൽ തല്ലിച്ചതച്ച പ്രതി പിടിയിൽ. തകരപ്പറമ്പ് കുട്ടനെ വട്ടിയൂർക്കാവിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. BSNL ഉദ്യോഗസ്ഥൻ രാജേഷിനും മകൻ അഭിനവിനുമാണ് മർദ്ദനമേറ്റത്. വാഹനം മാറ്റാൻ ഹോൺ മുഴക്കിയതിനാണ് മർദ്ദനമെന്നാണ് പരാതി. അഷിൻ ഡിയാഗോയുണ്ട്. അഷിൻ, തലസ്ഥാനത്ത് വീണ്ടും ഒരു ഗുണ്ടാ ആക്രമണം കൂടി. എന്തിനായിരുന്നു ഈ മർദ്ദനം? ഈ മർദ്ദിച്ച ആളുകൾ സ്ഥിരം പ്രശ്നക്കാരാണോ? ഷിഹാസ്, ഇന്നലെ രാത്രി 8 മണിയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. കൈതമുക്ക് ജംഗ്ഷനിലാണ് ഈ പിതാവിനും അതുപോലെ തന്നെ +2 പഠിക്കുന്ന വിദ്യാർത്ഥിക്കും ക്രൂരമായി മർദ്ദനമേറ്റിട്ടുള്ളത്. ഈ പിതാവ് BSNL ജീവനക്കാരാണ്. ഇദ്ദേഹം മകനെ ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് വിളിക്കുന്നതിന് വേണ്ടി ഈ +2 വിദ്യാർത്ഥിയും കൂട്ടിക്കൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് വരും വഴിയാണ് ഈ സംഭവം നടക്കുന്നത്. കൈതമുക്ക് ജംഗ്ഷനിൽ വെച്ച് രണ്ട് വാഹനങ്ങൾ പാരലായി പാർക്ക് ചെയ്ത് മറ്റു വാഹനങ്ങൾക്ക് തടസ്സമുണ്ടാക്കുന്ന രീതിയിലായിരുന്നു ഈ വാഹനങ്ങൾ പാർക്ക് ചെയ്തിരുന്നത്. ഈ സമയം പുറകിൽ നിന്ന് വന്ന ഈ പിതാവായിട്ടുള്ള രാജേഷ് ഹോൺ മുഴക്കുകയാണ്. കാരണം അദ്ദേഹത്തിന് വേണ്ടി മുന്നിലേക്ക് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് പക്ഷേ ഈ സമയം ഈ വണ്ടിയിലുണ്ടായിരുന്ന ഈ കൊടും ക്രിമിനലും അതുപോലെ തന്നെ ഗുണ്ടാ നേതാവ് കൂടിയായിട്ടുള്ള തകരപ്പറമ്പ് കുട്ടൻ എന്നറിയപ്പെടുന്ന ഈ ഗുണ്ടാ നേതാവ് പുറത്തേക്ക് ഇറങ്ങി വന്ന ഈ പിതാവിനെയും മകനെയും ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇയാൾക്കൊപ്പം മറ്റൊരാൾ കൂടിയുണ്ട്. 2 പേരാണ് ക്രൂരമായി മർദ്ദനം നടത്തിയിട്ടുള്ളത്. ഹെൽമറ്റ് ഉപയോഗിച്ചും അവിടെ ഉണ്ടായിരുന്ന തടികഷ്ണങ്ങൾ ഉപയോഗിച്ചുമാണ് മർദ്ദിച്ചത് എന്നുള്ളതാണ് ഈ പിതാവ് പറയുന്നത്. ശേഷം നാട്ടുകാരടക്കം അവിടേക്ക് ഓടിക്കൂടുകയാണ്. ഇതേസമയം തന്നെ ഇയാൾ ഇവിടെ വലിയ രീതിയിൽ ഭീകരാന്തരീക്ഷം ഉണ്ടാക്കുകയും നാട്ടുകാരെ അടക്കം പേടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു. ഇതിനിടയിൽ തന്നെ ഈ മർദ്ദനമേറ്റ പിതാവ് ക്ഷമാപണം നടത്തുന്നുണ്ട്. കാരണം ഇതൊരു ഗുണ്ടയാണെന്നുള്ള കാര്യം പിന്നീടാണ് ഇയാൾക്ക് മനസ്സിലാവുന്നതും. പിന്നീട് ഇയാൾ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ഹോട്ടലിലേക്ക് ഓടിക്കയറിയാണ് അഭയം പ്രാപിക്കുകയും ചെയ്ത് ഇയാളുടെ മകനെയും നിലത്തിട്ട് ക്രൂരമായി ഇയാൾ ചവിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. 2 പേർക്കും കാര്യമായ പരിക്കുകളുണ്ട്. ഈ സംഭവത്തിന് പിന്നാലെ വഞ്ചൂർ പോലീസിന് പരാതി നൽകിയിരുന്നെങ്കിലും ആദ്യഘട്ടത്തിൽ പോലീസ് കേസെടുക്കാൻ തയ്യാറായിരുന്നില്ല. പക്ഷേ ഇത് മാധ്യമങ്ങളിലടക്കം വലിയ വാർത്തയായതുകൂടി ഇന്നാണ് ഈ വിശദമായി മൊഴി രേഖപ്പെടുത്തുകയും പ്രതിക്ക് വേണ്ടി അന്വേഷണം നടത്തുകയും ചെയ്തതിനിടയിലാണ് വീണ്ടും തലസ്ഥാനത്ത് ഒരു ഗുണ്ടാ ആക്രമണം എന്നുള്ളതാണ് പേടിപ്പിക്കുന്ന ആ ഒരു വാർത്ത. കൃത്യമായ നടപടികൾ എത്രയും വേഗം ഉണ്ടാവുമെന്ന് കരുതാം. ഇപ്പോൾ ഈ ലഹരിക്കെതിരെ ഓപ്പറേഷൻ തൂഫാൻ നാർക്കോ ഹണ്ടൊക്കെ നടത്തുന്നത് പോലെ ഇത്തരത്തിലുള്ള ഗുണ്ടാ ആക്രമണങ്ങൾ, ഗുണ്ടാ സംഘങ്ങൾ, അവരുടെ ഒരു വിളയാട്ടം, അതിനെതിരെ കൂടി ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയുടെ ഇടപെടൽ ഉണ്ടാവട്ടെ, ശക്തമായ ഇടപെടൽ തന്നെ ഉണ്ടാവട്ടെ. അതും നാടിന്, സമാധാനത്തിന് വളരെ അത്യാവശ്യമാണ്.